ഫീബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. ഞാൻ ജിബു. നമ്മോടൊപ്പം ഡോക്ടർ സുമ ആൻഡ് നൈനാൻ, സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇപ്പോൾ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലാണ് മാം സർവീസ് ചെയ്യുന്നത്. കഴിഞ്ഞ 25 വർഷത്തിലധികമായി ഗൈനക്കോളജിസ്റ്റായിട്ട് പല സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. മാം അതോടൊപ്പം ഒരു കൗൺസിലറും ട്രെയിനറും. സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ഡോക്ടർ സുമ ആൻഡ് നൈനാൻ ഇന്നത്തെ ഫീബ ഓൺലൈൻ മലയാളം ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മാം. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ നമ്മുടെ ലൈവിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നാഷണൽ ഗേൾ ചൈൽഡ് ഡേ എന്നതിനെ പറ്റിയാണ്. ദേശീയ ബാലികാ ദിനമായി ജനുവരി മാസം 24-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഇത് ഇന്ത്യയിൽ നാം വളരെ പല കാര്യങ്ങൾ ആ ദിവസങ്ങൾ ചെയ്യാറുണ്ട്. 2028 വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ആദ്യമായിട്ട് ഇത് ആരംഭിച്ചത്. ഈ ദിവസം ബാലികമാർ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യവും അവരുടെ നിയമപരമായ അവകാശങ്ങളും അവർക്ക് വേണ്ട വൈദ്യ പരിചരണവും സംരക്ഷണവും, ഇപ്പോൾ ഒരുപക്ഷെ ശൈശവ വിവാഹമൊക്കെ കുറവായിരിക്കാം, എങ്കിലും പല സ്ഥലങ്ങളിലും ശൈശവ വിവാഹത്തെ പറ്റി അതിന്റെ അവബോധന ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ ഉള്ള അവബോധന ക്ലാസ്സുകളാണ് ഈ ദിവസം എടുക്കാറുള്ളത്. ഇന്നത്തെ ഈ ഫീബ ഓൺലൈൻ മാം, നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് പല രീതിയിലുള്ള അറിവുകളാണ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയിലൊക്കെ കേൾക്കുവാനും പല രീതിയിൽ പെൺകുട്ടികൾ കഴിഞ്ഞ കുറെ നാളുകൾ മുമ്പ് പോലെ ഉള്ളതല്ല, ഇപ്പോൾ കൂടുതൽ അവർ മുൻപന്തിയിലേക്ക് വന്നിരിക്കുന്നു. എങ്കിലും നാം കാണുന്ന പല വാർത്തകളിലും ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട്. മാം, എന്താണ് ഈ ബാലികാ ദിനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാമിന്റെ മനസ്സിലേക്ക് വരുന്നത്? ഓവർ ടു ഡോക്ടർ സുമ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഈ ഒരു ടോക്കിലേക്ക്. പ്രത്യേകിച്ചും ഈ ഒരു ടോപ്പിക്ക് വെരി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആസ് യു നോ, ഒരു സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഗൈനക്കോളജി എടുത്തതിന്റെ പിന്നിൽ തന്നെ ഇറ്റ് ഈസ് മൈ പാഷൻ അബൌട്ട് വിമൺ, അബൌട്ട് ഗേൾസ്. ആൻഡ് കഴിഞ്ഞ ഒരു 25 വർഷം ഈ ഒരു ഫീൽഡിൽ ആയിരിക്കുന്നതിലൂടെ 12 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള പെൺകുട്ടികളെ എല്ലാം അവരുടെ ശാരീരിക ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലെല്ലാം നമ്മൾ ആണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. സോ I would say women are a passion in my heart. And this is great. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ഹെൽത്ത്, ചൈൽഡ് കെയർ, അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഈ പറഞ്ഞതുപോലെ 2008 നമ്മൾ ഇത് നാഷണൽ ഡേ ആയിട്ട് ആചരിച്ച് തുടങ്ങിയത്, Jan 24th. ആൻഡ് ഇതൊന്ന് ഫോക്കസ് ചെയ്യാനാണ്. നമുക്കറിയാം, ഒരു ഗേൾ ചൈൽഡ് ഡേ എന്ന് വെച്ചാൽ ഒരു ബോയ് ചൈൽഡ് ഡേ എന്ന് നമ്മൾ കേൾക്കുന്നില്ല. അത് ഇങ്ങനെ എടുത്ത് ആചരിക്കണമെങ്കിൽ തന്നെ അതിന്റെ പിന്നിൽ നിലനിൽക്കുന്ന ചില ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ, ഫോക്കസ് ചെയ്യാൻ, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടണം എന്ന് വിചാരിച്ച് തന്നെയാണ്. സോ മെനി ഓഫ് ഇറ്റ് ഈസ് ഓൾസോ എ നാഷണൽ ഇഷ്യൂ വിച്ച് കംസ് ഫ്രം അവർ ട്രഡീഷൻ. നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ, നമ്മുടെ സൊസൈറ്റിക്കകത്തുള്ള നോംസിനകത്ത് പെൺകുട്ടികൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള ചില പ്രത്യേക ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്, ചില ഇഷ്യൂസ് ഉണ്ട്. അവര് പിന്നോക്കം ആയി പോകുന്ന ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യുക, അത് അഡ്രസ് ചെയ്യുക, അതിനെ പരിഹരിച്ച് മുൻപോട്ട് പോകാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡേ വേർതിരിച്ച് വെച്ചിരിക്കുന്നത്, വിച്ച് ഈസ് എ ഗ്രേറ്റ് അറ്റംപ്റ്റ്. ആൻഡ് ഐ ബിലീവ് വെൻ വി ഫോക്കസ് ഓൺ സംതിങ് വി ഗെറ്റ് റിസൾട്ട്സ്. ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വെൻ വി ഫോക്കസ് ഓൺ ദാറ്റ്, വെൻ വി ഡു അവയർനെസ് പ്രോഗ്രാംസ്, എഡ്യൂക്കേഷണൽ അറ്റംപ്റ്റ്സ്, ഡെഫിനറ്റ്ലി അതുകൊണ്ടെല്ലാം ഒരുപാട് പ്രയോജനം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 2025 നാഷണൽ ഗേൾ ചൈൽഡ് ഡേ തീമായിട്ട്
നാം തിരഞ്ഞെടുത്തിരിക്കുന്ന എംപവർ ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. പെൺകുട്ടികളുടെ ശോഭനമായിട്ടുള്ള നാളേക്കായി അവരെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. മാം പറഞ്ഞു പല രീതിയിലുള്ള വിവേചനം അവർ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായത്. എന്തൊക്കെയാണ് പൊതുവെ പെൺകുട്ടികൾ ബാലികം അനുഭവിക്കുന്നതായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനങ്ങൾ ഞങ്ങളുടെ പ്രശ്നം? ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ഒരു മലയാളം ക്രൗഡിനെയാണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ അഡ്രസ് ചെയ്യുന്നത്. ബട്ട് ആസ് വി നോ തിങ്സ് ആർ വെരി ഡിഫറെന്റ് ഇൻ ഇന്ത്യ ആസ് സച്ച്. ഞാൻ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പിന്നെ പഠനത്തോടുള്ള ബന്ധത്തിലാണ് കേരളത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എന്റെ മനസ്സില് നോർത്ത് ഇന്ത്യൻ പിക്ചർ വളരെ വ്യക്തമാണ്. യെസ്, ഇറ്റ് ഈസ് വെരി വെരി ഡിഫറെന്റ്. വാട്ട് യു സീ ഇൻ കേരള ഇസ് നോട്ട് വാട്ട് ഇന്ത്യ ഈസ്. ഒത്തിരി വ്യത്യാസമാണ്. നമുക്കറിയാം 100% ലിറ്ററസി, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ തന്നെ അത് വെളിച്ചമാണ്, ലൈറ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾക്കകത്ത് വ്യത്യാസമുണ്ടാകും. അങ്ങനെയല്ല നമ്മള് ഇന്ത്യയുടെ ഒരു പിക്ചർ കാണുന്നത്. അപ്പൊ മെയിൻലി ഒരു ഗേൾ ചൈൽഡ് ആണ് ഒരു വീട്ടിലേക്ക് ജനിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് സന്തോഷത്തിന് പകരം ഒരു ഭാരം, ഒരു വേദന, ഒരു ദുഃഖം. അവർക്ക് സന്തോഷമുണ്ട് എങ്കിലും അറിയാതെ അതിന്റെ കൂടെ ഒരു പാക്കേജ് പോലെ ഈ സംഗതികൾ കയറി വരുന്നു. അതിന്റെ കാരണം നമുക്കറിയാം. നമ്മുടെ ഒരു കൾച്ചർ ട്രഡീഷൻ അനുസരിച്ച് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കാനുള്ളതാണ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണല്ലോ. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരവരുടെ വീടുകളിൽ നിൽക്കുന്നു, അവരാണ് അവരുടെ മാതാപിതാക്കളെ നോക്കേണ്ടിയത്. അപ്പൊ ഇവനിൽ ഇൻവെസ്റ്റ് ചെയ്താലേ നാളെ ഞങ്ങൾക്ക് എന്തേലും നിലനിൽക്കുന്ന പ്രയോജനമുള്ളൂ. ഇവളെ വയസ്സുകാലത്ത് നമ്മെ നോക്കാൻ ഇവനെ കാണത്തുള്ളൂ എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതൊരു ചിന്ത മാത്രമാണ്. കാരണം ഇപ്പം റിയാലിറ്റിയിൽ അങ്ങനെയല്ല പലതും. അതെ, പ്രത്യേകിച്ചും ഇപ്പോൾ മക്കള് പഠിക്കാനൊക്കെ പുറത്തു പോകുന്നു, ജോലിക്ക് പുറത്തു പോകുന്നു. പിള്ളേരാരും തന്നെ വീട്ടിലില്ല, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും. സോ തിങ്സ് ഹാവ് ചേഞ്ച്. ബട്ട് ട്രഡീഷണൽ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണല്ലോ. ഇവളെ കെട്ടിച്ച് വേറെ വീട്ടിലേക്ക് വിടാനുള്ളതാ. ഇനി എത്ര പഠിപ്പിച്ചാലും നമുക്ക് പ്രയോജനം അധികം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. ഇതൊരു ട്രഡീഷണൽ ചിന്താഗതിയാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ന് മാതാപിതാക്കളിൽ, പ്രത്യേകിച്ച് മലയാളികളിൽ നമ്മൾ കണ്ടുവരുന്നു. ബട്ട് ആസ് എ നാഷണൽ ഇഷ്യൂ ഇന്നും ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ഡൗറി. ഒരുപാട് മാറി അത് എന്നൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടണം, അവളെ പഠിപ്പിക്കണം, അവൾക്ക് ആവശ്യമുള്ള മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ വലിയൊരു ബാധ്യസ്ഥതയാണ് ഇവളെ കെട്ടിച്ചു വിടുമ്പം അതിന്റെ കൂടെ ഒരു നല്ല എമൗണ്ട് കൊടുത്തു വിടണം. അപ്പൊ ഇതിന്റെ ഒരു പ്ലാനിങ് അതൊരു ലയബിലിറ്റി പോലെയാണ്, ഒരു ബേർഡൻ പോലെ. അറിയാതെ സൊസൈറ്റിക്കകത്തുള്ള ചില ഇഷ്യൂസ് കാരണം ഒരു ബേർഡൻ ആണ്. ഈ കുഞ്ഞിനെ ഓൾറെഡി എത്ര പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കെട്ടിച്ചു വിടണം. കെട്ടിച്ചു വിടുമ്പോ നല്ലൊരു തുക നമ്മള് അവൾക്ക് വേണ്ടി കൊടുക്കണം. മാത്രമല്ല, ഡൗറിയൊന്നും നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. നമ്മള് ലീഗലി അത് ശരിക്കും അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമല്ല, എങ്കിലും ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതെ, ഡെഫിനറ്റ്ലി അത് സൊസൈറ്റിയുടെ ആ ഒരു, ഈവൺ ഇൻ കേരള അല്ലെ, ഡൗറി ഡെത്ത്സിനെ കുറിച്ച് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നു. കാരണം നമ്മള് അത് ലീഗലി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലൂപ്പ് ഹോൾസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആൾക്കാർക്ക് ചെയ്യാനുള്ളത് അവര് ചെയ്യും. മാതാപിതാക്കളാണെങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് ചെയ്തു കൊടുക്കണം എന്നൊരു താല്പര്യത്തിലാണ് ഇത് തുടങ്ങുന്നത്. സൊസൈറ്റിയിൽ അവരുടെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ ഒരു സോഷ്യൽ ഈവിളാണ്. അപ്പോ ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങള് വരുന്നത് കൊണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടൊരു ഡിസ്ക്രിമിനേഷൻ
അവര് ഫേസ് ചെയ്യുന്നു വീടിനകത്ത് തന്നെ. ഇനി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു, അബ്യൂസുകൾ സംഭവിക്കുന്നു, ജോലി സ്ഥലത്തുള്ള ഡിസ്ക്രിമിനേഷൻ, അതൊരു വേറെ വലിയ ടോപ്പിക്കാണ്. ഏത് വീട്ടിൽ ജനിക്കുന്നോ ആ മാതാപിതാക്കളുടെയും റിലേറ്റീവ്സിന്റെയും ആറ്റിറ്റ്യൂഡ് തന്നെ ഈ ഒരു നിലവാരത്തിലായതുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ അത് അധികം കാണുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയില് ഫീമെയിൽ ഫീറ്റിസൈഡ്, അൾട്രാസൗണ്ട് വന്നതിലൂടെ, പ്രീനേറ്റൽ ടെസ്റ്റിംഗ് വന്നതിലൂടെ പെൺകുട്ടിയാണ് എന്ന് അമ്മയുടെ ഗർഭത്തിൽ അറിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇതിനെ വേണ്ട എന്നൊരു രീതിയിൽ അബോർട്ട് ചെയ്ത് കളയുന്ന, നമ്മുടെ നാഷണൽ സെക്സ് റേഷ്യോ വരെ ചേഞ്ച് ആയി പോകുന്ന വിധത്തിൽ ഈ ഒരു കാര്യം ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറി. ഇറ്റ് ബിക്കെയിം സോ എവിഡന്റ് as to how much a girl child is being discriminated. ജനിക്ക പോലും വേണ്ട, ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അല്ല. ഒരു പെൺകുട്ടി ആണെങ്കിൽ ഒരു ബേർഡൻ ആണ്, ലയബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് ജനിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു ലെവലിനകത്തേക്ക് കാര്യങ്ങൾ പോയി. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മറ്റു രാജ്യങ്ങളില് പ്രഗ്നന്റ് ആകുമ്പോൾ അവര് ഏത് കുട്ടിയാണെന്ന് തിരിച്ചറിയാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം. പക്ഷെ ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിരിക്കുകയല്ലേ, നമ്മുടെ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാനുള്ള കാര്യങ്ങളൊക്കെ. അത് ഈ ഒരു കാരണം കൊണ്ടാണോ അത് ബാൻ ചെയ്തിരിക്കുന്നത്? ഡെഫിനറ്റ്ലി സെക്സ് ഡിറ്റർമിനേഷൻ അത് ലീഗലാണ്. എന്നാലും നമുക്കറിയാം നിയമങ്ങള്, നല്ല നിയമങ്ങള് നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ബട്ട് ഈ ലീഗൽ സിസ്റ്റത്തിനകത്ത് തന്നെ ഇഷ്ടംപോലെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതുകൊണ്ട് അബോർഷൻ റൈറ്റ്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, MTP ആക്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഈ ഒരു പ്രഗ്നൻസിയെ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടായോ എന്നുള്ളത് ഒരു സ്ത്രീയുടെ തീരുമാനമാണ് എന്നുള്ള ലെവലിനകത്തേക്ക് അതിനെ എടുത്തിട്ട് ഇത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട്, they may even want to just abort the child. They may not want to take forward the pregnancy. ഒരു 2 പെൺകുട്ടികളാണ്, മൂന്നാമത്തെ ഇനി ആണാണോ പെണ്ണാണോ എന്നറിയത്തില്ല. പെണ്ണായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഡോക്ടറെ, അതുകൊണ്ട് ഇനി ഒന്നും കൂടെ വേണ്ട. അപ്പം മനസ്സിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇതും കൂടി ഒരു പെണ്ണായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് താങ്ങാനേ പറ്റത്തില്ല എന്നൊരു വിധത്തിലാണ്. സോ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്സ് ഡിറ്റർമിനേഷൻ ഇല്ലീഗലാണ്. അതൊരിക്കലും നമ്മൾ അവർക്ക് ഈ ഒരു റീസൺ കാരണം വെളിപ്പെടുത്തത്തില്ല. ബട്ട് നോർത്ത് ഇന്ത്യയിലെ സിറ്റുവേഷൻസും നമുക്കറിയാം, കറപ്ഷൻ ഈസ് അറ്റ് എവറി ലെവൽ ആൻഡ് പീപ്പിൾ ക്യാൻ ഹാവ് ദെയർ വേ ഇഫ് ദേ വാണ്ട് ടു. അതിന്റെ ഒരു ഉദാഹരണം നമ്മൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വിവാഹത്തിന്റെ റേഷ്യോ തന്നെ മാറിയിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ 700 പെൺകുട്ടികൾ മാത്രമേ, പെണ്ണ് കിട്ടാതെ വരുന്നു എന്നുള്ളൊരു സ്ഥിതിയും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. അത് വേറൊരു സബ്ജക്റ്റ് ആണെങ്കിലും നാം അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാം മുമ്പേ പറഞ്ഞൊരു കാര്യം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടി ആയിരിക്കുമെന്ന് ഓർത്തു, പക്ഷെ അത് പെൺകുട്ടിയായി വരുമ്പോൾ ആളുകളുടെ നെറ്റി ചുളിയുന്നു, അവരുടെ മനസ്സിന് അയ്യോ ഇതും പെണ്ണാണോ എന്നൊരു ചിന്ത വരുന്നത്. ഇത് മാം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടെ അതിന്റെ ആധികാരികമായിട്ട് പറയുവാൻ കഴിയുമല്ലോ. ഇതെന്റെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന്റെ കുഴപ്പമാണ് ഈ പെൺകുട്ടി ഉണ്ടാകുന്നത്, അതുകൊണ്ട് വേറെ മാറി കല്യാണം കഴിക്കുന്നു, അല്ലെ അവരെ അബ്യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് എത്രത്തോളം കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്, ഇതിനെപ്പറ്റി ഒന്ന് പറയാം. അതെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ലിറ്ററസിയുടെ ഒരു എഫക്റ്റ് ഒക്കെ കാരണമായിരിക്കും. കേരളത്തിൽ ഇതധികം, അറ്റ്ലീസ്റ്റ് ഈ സെൻട്രൽ ട്രാവൻകൂർ ചുറ്റിപ്പറ്റി നമ്മൾ അധികം അത് കാണുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാല് പെൺകുട്ടിക്ക് പെൺകുട്ടി വേണം, ആൺകുട്ടിക്ക് ആൺകുട്ടിയും വേണം. നമ്മളിപ്പോ പെൺകുട്ടികളെ കുറിച്ച് മാത്രം പറയുമ്പോൾ അവിടെ ആൺകുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനും പാടില്ല. വേർ യു നീഡ് എ ബോയ് യു ഷുഡ് ഹാവ് എ ബോയ്, ഇസ്ന്റ് ഇറ്റ്? 2 പേർക്കും അവരവരുടേതായിട്ടുള്ള ഒരു റോൾ ഉണ്ടല്ലോ. സോ ഇഫ് യു ഓൺലി ഹാവ് ബോയ്സ് then you really miss a girl. If you only have girls then you really miss a boy also. You see, that is how it is. അപ്പൊ അതുകൊണ്ട് കേരളത്തിലും പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ജസ്റ്റ് ഒരു ആഗ്രഹത്തിന്റെ പേര്, പെൺകുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ഒത്തിരി മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടറെ, മോൻ ആദ്യത്തെ ഇത് എങ്ങനെയും ഒരു മോളായാൽ മതിയായിരുന്നു, അങ്ങനെയും നമ്മൾ കാണുന്നുണ്ട്. നോർത്തിലാണ് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ലാക്ക് ചെയ്യുന്നു, അവിടെ പോവർട്ടി, അവിടെയാണല്ലോ ഈ സോഷ്യൽ ഈവിൾസ്, ചൈൽഡ് മാരേജ്,
പെൺകുട്ടികൾക്ക് ആ സോഷ്യൽ സ്ട്രക്ചറിനകത്തുള്ള ഇനീക്വാലിറ്റി, അവരുടെ പോവർട്ടി, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെ ചിന്തിക്കണമെന്ന് അവർക്കറിയത്തില്ല. അവരുടെ സംസ്കാരത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ പാരമ്പര്യത്തിനകത്തുനിന്ന് അവർ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് ശരി എന്ന് കണ്ണടച്ച് വിശ്വസിക്കുക. അവിടെയാണ് ഇത് ഭയങ്കരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോ ഒത്തിരി ലേഡീസിന് ഈ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നു. റിപ്പീറ്റഡ്ലി പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അത് ഇവളുടെ കുഴപ്പമാണ്. അപ്പൊ ഇനി ഒരു ആൺകുട്ടി വേണം. കാരണം കുടുംബത്തിന്റെ പേര് നിലനിർത്തണമെങ്കിൽ, കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരാണ് വേണം. അപ്പൊ അതിനുവേണ്ടി മാറി കല്യാണം കഴിക്കുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ആ ക്രോമോസോമിന്റെ ലെവലിൽ നോക്കുമ്പം ഒരു ലേഡി ഈസ് XX ആൻഡ് എ മാൻ ഈസ് XY. അപ്പൊ ശരിക്കും അവർക്കൊരു ആൺകുട്ടി ജനിക്കണമെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ കംസ് ഫ്രം ദ മാൻ. So this lady has nothing to do with it. You know, she is just carrying the fetus. എന്നുള്ളതല്ലാതെ ഇവളുടെ കുഴപ്പം കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഒത്തിരി ആൺകുട്ടികൾ ജനിക്കുന്നെങ്കിൽ ഇവളുടെ ഗുണം കൊണ്ടാണെന്നോ ഒന്നും തന്നെ അതിനകത്ത് പറയാനായിട്ടില്ല. എനിക്കിതിനെക്കാട്ടിലൊക്കെ പ്രയാസം തോന്നിയിട്ടുള്ളത് ഈ അമ്മമാര് പോലും, അവര് തന്നെ ദേ ആർ എ ലേഡി, അവരൊരു സ്ത്രീയാണ്. യുനോ, അവര് പോലും, ഇനിയിപ്പോ അപ്പന്മാരങ്ങനെ പറഞ്ഞാല് ഓക്കെ, പക്ഷെ അമ്മമാര് അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് അവര് തന്നെ അയ്യോ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് നെറ്റി ചുളിപ്പിക്കുന്നതും വിഷമിക്കുന്നത് കാണുമ്പോഴാണ്. ചിലപ്പോ ഹസ്ബൻഡിന് ഒരു പ്രോബ്ലവും കാണത്തില്ലായിരിക്കും, അങ്ങനെയും കണ്ടിട്ടുണ്ട്. യുനോ, ബട്ട് സർട്ടൻ വിമൺ, യുനോ, ഇതെല്ലാം നമ്മുടെ എക്സിസ്റ്റിംഗ് സോഷ്യൽ സ്ട്രക്ചേഴ്സും സ്ത്രീകൾക്ക് ഏത് റോളെ എടുക്കാൻ പറ്റാറുള്ളൂ, അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ കാരണമാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിലനിൽക്കുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഒരു സ്ത്രീക്ക് ഇത്രയൊക്കെ പറ്റൂ, ഇതൊക്കെയാണ് അവരുടെ റോൾ. സ്റ്റീരിയോ ടൈപ്സ് ആണല്ലോ, അതെല്ലാം ഡിറ്റർമിൻ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ആൺകുട്ടി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ ഞങ്ങളെ നോക്കാൻ ആരും ഇല്ലല്ലോ ഡോക്ടറെ എന്ന് പറഞ്ഞ് അമ്മമാര് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടിയെ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ എടുത്ത് സന്തോഷത്തോടെ മോളാണെന്ന് പറയുമ്പോ ഓൾറെഡി ആദ്യത്തെ പെണ്ണാണ്, അല്ലെ 2 പെൺകുട്ടികൾ കഴിഞ്ഞ് ഇത് 3ാമത്തെ പെണ്ണാണെന്ന് പറയുമ്പോ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ, ആ കുഞ്ഞിന്റെ മുഖത്തോട്ടൊന്ന് നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അവിടെ കിടക്കുന്ന സ്ത്രീകളെ കാണുമ്പോ നമുക്ക് ഏറ്റവും പ്രയാസം തോന്നുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ അത് ക്ലിയർ ആണ്, ഒരു സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഒരു ആണിന്റെ കുഴപ്പം അല്ല, ആൺകുട്ടി ഉണ്ടാകാത്തത് പെണ്ണിന്റെ കുഴപ്പമല്ല, തീർച്ചയായിട്ടും അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അത് ആണിന്റെ കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ളതാണ്. താങ്ക് യു മാം. ഇതൊരു ഭയങ്കര പലർക്കും അത് മനസ്സിലാകാതെ അതോ മനസ്സിലായിട്ടും പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മാം, ഞങ്ങൾക്ക് കിട്ടുന്ന ചില കോളുകളൊക്കെ റേഡിയോയിൽ ആളുകൾ വിളിക്കുകയൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചിലർ പറയാറുണ്ട്, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല, ഞങ്ങളെ നോക്കാൻ ആരുമില്ല. പലപ്പോഴും ആൺകുട്ടികൾ ഉണ്ടെങ്കിലും അവരുടെ ആവശ്യത്തിന് സഹായിക്കുന്നത് ഒരു 90% പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. അവരായിരിക്കും അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് അവസാന സമയത്ത് അവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ ഒരു സമൂഹത്തിൽ പൊതുവെ ആണുങ്ങളുടെ എണ്ണത്തെക്കാൾ പുരുഷന്മാരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം എന്നാണ് ശരി. അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ഒരു പക്ഷേ ദാറ്റ് ഈസ് ഒരു നേച്ചറിന്റെ അല്ലെ ദൈവത്തിന്റെ ഒരു തീരുമാനമാണ് അത് എന്നൊരു പക്ഷേ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. ബിക്കോസ് ഒരു വീക്കർ വെസൽ എന്നുള്ള ഒരു വിധത്തിലാണല്ലോ സ്ത്രീകളെ നമ്മൾ കാണുന്നത്. പല രോഗങ്ങൾക്കും അവര് വിധേയപ്പെടുന്നതും ഒരുപക്ഷെ സക്കംബ് ചെയ്തു പോകുന്നതും ഒക്കെ ലേഡീസിനെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് മോർ നമ്പർ ഓഫ് ഗേൾസ് ഹാവ് ടു ബി ബോൺ എന്നുള്ളത് ദൈവത്തിന്റെ ഒരു തീരുമാനമാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ്, ആ സെക്സ് റേഷ്യോ മെയിൻറ്റെയിൻഡ് ആയിരിക്കാനായിട്ട് ആയേക്കാം ഒരുപക്ഷെ അങ്ങനെ. പക്ഷേ ഈ ഫീമെയിൽ ഫീറ്റിസൈഡും ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നേ പിന്നെ ഇത് ഡ്വിൻഡിൽ ചെയ്യാണ്.
ഈ പറയുന്നത് പോലെ ലേഡീസിന്റെ എണ്ണം വളരെ എവിഡന്റ് ആയിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ അങ്ങനെ ഒരു ഭയങ്കര സെക്സ് റേഷ്യോയ്ക്കകത്ത് തന്നെ ഒരു ഭയങ്കര ഇത് വന്നതായിട്ട്, അങ്ങനെ ആ ചേഞ്ച് വന്നത് കണ്ടപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലുള്ള ഫീറ്റിസൈഡിന്റെ ഇഷ്യൂസ് ഇത്രയധികം നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും ഇടയായത്. 1700 തോന്നുന്നല്ലോ, 700 ആ സമയത്താണ് അത് കണ്ടെത്തുന്നതും പിന്നീട് അതിനെ ബാൻ ചെയ്യുന്നതും ഒക്കെ ഇന്ത്യയില് ഇല്ലീഗലായി 70s. എനിക്ക് തോന്നുന്നു മാം പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരിക്കും അത്. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഞാൻ കേട്ടു, ഒരു പക്ഷെങ്കിൽ സ്ത്രീകൾ അവരുടെ പ്രസവ സമയത്തൊക്കെ ഒരുപക്ഷെ വളരെ മരണത്തിനൊക്കെയുള്ള സാധ്യതകൾ ധാരാളം ഉണ്ടായിരിക്കാം. ആ ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ ദൈവത്തിന്റെ ഒരു നിശ്ചയമാണ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനുഷ്യർ കൈകടത്തേണ്ട കാര്യമില്ല, ദൈവമാണ് അത് നിശ്ചയിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെ പോട്ടെ. മാം പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ പറഞ്ഞു, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരിക്കലും അത് നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു ആൺ പെൺ വ്യത്യാസ ഡിസ്ക്രിമിനേഷൻ ഒത്തിരി ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ വീട്ടിൽ തന്നെ മുമ്പേ പറഞ്ഞ പോലെ അമ്മമാര് തന്നെ പറയത്തില്ലേ, എടി ഇത് അവന് കൊടുക്കേണ്ട ചോറ്, നീ എന്തിനാ ഇത്രയും കഴിച്ചത്, ഇത് അവനുള്ള ഭാഗമാണ്, നീ എന്തിനാ ഇത് കഴിച്ചത്, നിനക്ക്. അപ്പം ആ ഒരു ഡിസ്ക്രിമിനേഷൻ വീട്ടിനകത്ത് തന്നെ അറിയാതെ വരുന്നില്ലേ അമ്മമാരുടെ ഭാഗത്തു നിന്ന് തന്നെ എന്ന് തോന്നിപ്പോയിട്ടുണ്ടോ? അതെ, അത് ഒരുപക്ഷെ നമുക്കതിനെ നല്ല രീതിയിൽ കൂടെ നമുക്കതിനെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അമ്മമാരത് ചെയ്തു വരുമ്പോൾ വളരെ ഒരു നെഗറ്റീവ് ഡിസ്ക്രിമിനേറ്ററി എഫക്റ്റ് ആണ് അതിനകത്തുനിന്ന് ഉണ്ടാകുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഒരു കൺസെപ്റ്റ്, ഞാൻ നോർത്ത് ഇന്ത്യ ജനിച്ചു വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ശരിക്കും ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിൽ മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ്, വിച്ച് ഇസ് നോട്ട് വെരി ഗുഡ് ആക്ച്വലി, യുനോ, വേർ യു ട്രൈ ടു പ്രൂവ് ദാറ്റ് വിമൺ ആർ ഈക്വൽ ഓർ ബെറ്റർ ദാൻ മെൻ. അതൊരു കോമ്പറ്റീറ്റീവ് മൈൻഡോടുകൂടെ നമ്മളെ അടിച്ചമർത്താൻ നോക്കുവാണെങ്കിൽ, അല്ല, നിങ്ങളെക്കാട്ടിൽ ബെറ്റർ ആണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്പിരിറ്റ് ആണത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു ഫെയ്ത്തിലേക്കൊക്കെ വരുന്നതിന് മുൻപേ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ബട്ട് ലേറ്റർ ഓൺ വാട്ട് ഐ റിയലൈസ്ഡ് ഈസ്, സി, ഈ സ്പെക്ട്രത്തിന്റെ രണ്ട് എൻഡിലേക്കും പോകുന്നത് നല്ലതല്ല. ഒരു ബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വുമൺഹുഡിനെ കുറിച്ചും ഗേൾ ചൈൽഡിനെ കുറിച്ചും നമുക്ക് ഉണ്ടായിരിക്കണം. സി, ഞാൻ ഈ ഒരു ഫെയ്ത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു വുമൺഹുഡ്, ഫാമിലി ലൈഫ്, ഹസ്ബൻഡ്, വൈഫ്, മക്കള്, ഈ ഒരു കാര്യത്തെ കുറിച്ചൊരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് കിട്ടിയത്. സി, വൈ ഡിഡ് ഗോഡ് ക്രിയേറ്റ് ടു ഡിഫറെന്റ് സെക്സസ്, അല്ലെ രണ്ട് ജെൻഡർ, എന്തുകൊണ്ട് അപ്രകാരം ആയിരിക്കണം എന്ന് ദൈവം തീരുമാനിച്ചു? അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഒരു ഡിവൈൻ വിസ്ഡം ഉണ്ട്. ഒരു പുരുഷന്റെ റോൾ ഒരിക്കലും ഒരു സ്ത്രീക്ക് എടുക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയുടെ റോൾ ഒരിക്കലും ഒരു പുരുഷന് എടുക്കാൻ കഴിയില്ല. സോ മാൻ ആൻഡ് വുമൺ, ദേ ആർ ബോത്ത് ക്രിയേറ്റഡ് ഈക്വൽ ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ആ ഒരു ലെവലിൽ അവരെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉന്നത തരത്തിലുള്ള സൃഷ്ടിപ്പാണെന്നും സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള സൃഷ്ടിയാണെന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ദേ ആർ ക്രിയേറ്റഡ് ഈക്വൽ ബിക്കോസ് ദേ ബോത്ത് ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ക്രിയേറ്റഡ് ഈക്വൽ ബട്ട് ഡിഫറെന്റ്. അവര് തുല്യരാണ്, പക്ഷെ അവര് വ്യത്യസ്തരാണ്. ഡിഫറൻസ്, they are unique and they are different when it comes to the way they are created. അവരുടെ ശരീരത്തിന്റെ ഘടന, മനസ്സിന്റെ ഘടന, വികാരങ്ങളുടെ ഘടന, അവർക്കുള്ള റോളുകൾ. See, a man can never get pregnant. അതൊരു സ്ത്രീക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ അങ്ങ് ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്ന് പറയുന്നത് പോലെ എല്ലാ ലെവലിനകത്തും വ്യത്യസ്തമായ റോളുകളാണ് സ്ത്രീക്കും പുരുഷനും കൊടുത്തിരിക്കുന്നത്. അവിടെ ആക്ച്വലി ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല.
they are supposed to complement one another. അവര് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് ആസ് എ മാൻ ആൻഡ് എ വൈഫ് വരുമ്പോഴാണ് ഒരു ഫാമിലി ലൈഫിന്റെ ഘടന അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പൊ ഞാന് സിമ്പിൾ ഒരു ചോദ്യമാ ചോദിച്ചതെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ പിന്നില് എനിക്കൊരു പ്രത്യേക അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഒരു കാര്യത്തെ കുറിച്ച്. ഒരു ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഓർഡർ ഉണ്ട്. ഒരു ഭർത്താവിനെയാണ് ഒരു കുടുംബത്തിന്റെ തലവനായി ദൈവം നിയമിച്ചിരിക്കുന്നത്. ആ ഭർത്താവ് തന്റെ ഭാര്യയെ സ്നേഹിക്കുകയും ആ ഭാര്യ തന്റെ ഭർത്താവിന് ഈ കുടുംബത്തിന്റെ നാഥൻ ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞ് കീഴ്പ്പെട്ടുള്ള ഒരു ജീവിതം, അവിടെയാണ് ഒരു ഫാമിലി ലൈഫ് എപ്പോഴും സ്വർഗതുല്യമാകുന്നതും അതിന് വിജയിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു ജെൻഡർ ബയസ് കാരണം വരുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ അല്ല നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷെ ഒരു ദൈവിക ക്രമം ഒരു കുടുംബത്തിലുണ്ട്. ഒരാൾ ഹസ്ബൻഡ് അല്ലെ പുരുഷനാണ് അവിടുത്തെ നാഥൻ, ലീഡർ. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, കാരണം മാട്രിയാർക്കൽ സിസ്റ്റം ഉള്ള ഒത്തിരി സൊസൈറ്റീസ് ഉണ്ട്, അവിടെ ഇതിനെക്കാട്ടിലെല്ലാം കുഴപ്പമാണ്. കാരണം ഒരു സ്ത്രീ ഒരു കുടുംബത്തിന്റെ നേതൃത്വം എടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഡിസൈനിനകത്ത് ഒരിക്കലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതിനനുസരിച്ചൊരു ഘടനയാണ്. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിച്ചു വളർത്തപ്പെടുമ്പോൾ തന്നെ ഈ ഒരു വാല്യൂ സിസ്റ്റംസ് ഒരു സ്നേഹത്തിന്റെ, മ്യൂച്വൽ റെസ്പെക്റ്റിന്റെ ഒരു അന്തരീക്ഷത്തിൽ അവളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. വീട്ടിലെ പിതാവ്, വീട്ടിലെ പുരുഷന്മാര് അല്ലെങ്കിൽ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ ഒരു മുൻഗണന, ഈ പെൺകുട്ടി നീ രണ്ടാം തരത്തിലുള്ള ഒരു പെണ്ണായതുകൊണ്ട് നീ അവിടെ മാറിയിരിക്ക്, നിനക്ക് നല്ല സാധനങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞൊരു അവഗണനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നാളെ ഇവളെ കെട്ടിച്ച് വേറെ ഒരു വീട്ടിലേക്ക് വിടുമ്പോൾ എന്റെ ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കണം, അദ്ദേഹം കുടുംബത്തിന്റെ നാഥനാണ് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള വാല്യൂ സിസ്റ്റംസ് പെട്ടെന്ന് കല്യാണം കഴിക്കുമ്പോ അടുത്ത ദിവസം മുതൽ ഒരു പെൺകുട്ടിക്ക് വരില്ല. ഇത് അവള് വളർന്നു വരുന്ന ചെറിയ പ്രായം മുതൽ അവളുടെ വീട്ടിൽ അവളെ പരിശീലിപ്പിക്കുന്നത്, അവള് കാണുന്നത്, അവളൊരു രണ്ടാം തരത്തിലുള്ള സൃഷ്ടിയാണെന്നുള്ള ബോധ്യം അവളുടെ ഉള്ളിൽ കൊടുക്കാതെ, ദാറ്റ് ഷീ ഈസ് വണ്ടർഫുൾ, ഷീ ഈസ് യുണീക്ക്, ഷീ ഈസ് ലവ്ഡ്, ഷീ ഈസ് റെസ്പെക്റ്റഡ്, യുനോ, അവളുടെ സ്ഥാനം എടുക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്നൊരു ബഹുമാനത്തിൽ അവളെ വളർത്തിയെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും അവൾക്കുണ്ടാക്കി കൊടുക്കുന്നതിനോടൊപ്പം അവളുടെ ജെൻഡർ, മെയിൽ ജെൻഡർ ഓണർ ചെയ്യാൻ, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന റോളുകൾ മനസ്സിലാക്കാൻ, അവരെ ബഹുമാനിക്കാൻ, എപ്പോഴും ഒരു സബ്മിസീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ, യുനോ, to give room and space, you know, for example, അങ്ങനത്തെയൊക്കെ ഒത്തിരി വാല്യൂസ് ഞാനിപ്പോ തിരിഞ്ഞ് ചിന്തിക്കുമ്പോ ഞങ്ങളുടെ വീട്ടില് ഞാനൊക്കെ ഏറ്റവും വഴക്കുണ്ടാക്കിയിട്ടുണ്ട് വീട്ടില്. എന്റെ ബ്രദറും പിന്നെ ഞാൻ ഏറ്റവും ഇളയതാ. ബ്രദറിനൊക്കെ എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാനൊക്കെ വീട്ടിൽ അതിനു വേണ്ടി. കുറച്ച് കഴിഞ്ഞ് ഫെയ്ത്ത് ലൈഫിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മ പറഞ്ഞു തന്ന ആ വാല്യൂസ് ഒക്കെ പിൽക്കാലങ്ങളില് ജീവിതത്തിൽ ഒത്തിരി ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം കഴിക്കാൻ ആൾക്കാരുണ്ടായിരുന്ന പപ്പായും ബാക്കിയുള്ളവരും കഴിക്കട്ടെ മക്കളെ, കാരണം ചിലപ്പോ എല്ലാവർക്കും ഒരേപോലെ വിളമ്പി കഴിക്കാനൊന്നും ചിലപ്പോ അത്രയും സാധനങ്ങൾ കാണണമെന്നില്ല, യുനോ. അപ്പൊ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരു പക്ഷെ ഇതിന് എതിരാ, അയ്യോ അതെന്താ അങ്ങനെ. അല്ല, ഇന്നത്തെ സാഹചര്യത്തില് എല്ലാം ഉണ്ടെങ്കിലും എല്ലാരും എല്ലാ മുറിയിലും ഇരുന്ന് അവരവരുടെ സൗകര്യത്തിന് വന്നൊക്കെയാ കഴിക്കുന്നത്. അതൊരു ഡിഫറെന്റ് ഡിജിറ്റൽ വേൾഡിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഒരു പ്രത്യേക ഹൃദയം, ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വീടിനകത്ത് ആ റോൾ എടുത്ത് അവർക്ക് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഒരു വശത്ത് അവരുടെ അവരുടെ റൈറ്റ്സിന് വേണ്ടി ഒരു വലിയ അഡ്വക്കസി ഞാൻ നടത്തുന്ന വ്യക്തിയാണെങ്കിലും മറ്റൊരു സൈഡില് അവര് വേണ്ടും പോലെ വുമൺഹുഡിനെ റിസീവ് ചെയ്യണം with all the rights and privileges and responsibilities, and they should be willing to take the role of a woman.
not compete with the man and say that I am better than you. No, you are never supposed to compete. There is nothing to compete. You are supposed to complement. So ഒരു തീർച്ചയായിട്ടും സ്ത്രീയത്വത്തിനകത്ത്, ഒരു വുമൺഹുഡിനകത്തല്ലേ സ്ത്രീയത്വത്തിനകത്തുള്ള ലിമിറ്റേഷൻസിനെ അംഗീകരിക്കാൻ ഒരു മനസ്സ് വേണം. ആ റോള് മനസ്സിലാക്കി ആ പ്ലേസ് എടുത്ത് ഒരു പുരുഷന് കൊടുക്കേണ്ടുന്ന ബഹുമാനവും സ്ഥാനവും ഒക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ നമ്മൾ ഈ പെൺകുട്ടികളെ എക്യുപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്യുന്നതിന്റെ ഒരു എസെൻഷ്യൽ പാർട്ട് ആയിരിക്കണം. തീർച്ചയായിട്ടും മാം പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ട്രഡീഷണൽ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് പല രീതിയിലുള്ള സംശയങ്ങളോ അതിനോടൊക്കെ വിരക്തിയൊക്കെ തോന്നാമെങ്കിലും അതിന്റെ ഗുണങ്ങൾ കൂടെ നാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9880221957. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ ഇമെയിൽ ID ശ്രദ്ധിക്കുക. info@fibaonline.org. Thank you.